ഒന്നൊന്നായി എണ്ണി എണ്ണി തൊട്ടെണ്ണും പൊരുളൊടുങ്ങിയാൽ നിന്നിടും തൃക്കുപോലുള്ളം നിന്നിലസ്പന്ദമാക്കണം. ഒന്നൊന്നായി എണ്ണി എണ്ണി തൊട്ടെണ്ണും പൊരുളൊടുങ്ങിയാൽ നിന്നിടും ദൃക്കുപോലുള്ളം നിന്നിൽ അസ്പന്ദമാകണം എന്നാണ്. നിന്നിൽ സ്പന്ദമാകണം, നിന്നിൽ സ്പന്ദിക്കണം എന്നല്ല ഇവിടെ പറയുന്നത്, നിന്നിൽ അസ്പന്ദമാകണമെന്നാണ്. ചലനം നിലച്ച് നിന്നിൽ ഏകീഭവിക്കണമെന്നാണ്. എല്ലാ ചലനങ്ങളും എല്ലാ സ്പന്ദനങ്ങളും നിലച്ച് നീയായി തീരണമെന്നാണ്. ഇവിടെ പൊരുൾ എന്ന് പറഞ്ഞാൽ പദാർത്ഥം അഥവാ ദൃശ്യം എന്നുള്ളതാണ്, നമ്മൾ കാണുന്ന വസ്തു. ദൃക്ക് എന്ന് പറഞ്ഞാൽ കണ്ണ്, ഇവിടെ കാണുന്ന ആൾ എന്നാണ് അർത്ഥമാക്കേണ്ടത്. കണ്ണ്, അതുപോലെ തന്നെ കാണുന്ന വ്യക്തി. പിന്നെയോ അസ്പന്ദമാകണം, നമ്മൾ കണ്ടു, ചലനം നിലച്ച് നിന്നിൽ ഏകീഭവിക്കണം, നീയായി തീരണമെന്നാണ്. എന്ന് പറഞ്ഞാൽ ഓരോന്നായി എണ്ണി എണ്ണി തൊട്ട് കാണാവുന്ന കാഴ്ചകളെല്ലാം മാറിയാൽ അവയുടെ കണ്ണായി അഥവാ കാഴ്ചക്കാരനായി നിന്ന പോലെ വസ്തു തെളിയുമെന്നാണ്. ഒടുവിൽ അല്ലയോ ഭഗവാൻ, അങ്ങനെ സർവസാക്ഷിയായി വിളങ്ങുന്ന അങ്ങയെ കണ്ടുകൊണ്ടിരിക്കുന്ന ഏകാഗ്രചിത്തവും ചലനം വെടിഞ്ഞ് അങ്ങയിൽ ഏകീഭവിക്കുമാറാകണം എന്നാണ്. ഈ ദൃശ്യങ്ങളെയെല്ലാം തന്നെ എണ്ണി 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 മാറ്റണമെന്നാണ്. ഇങ്ങനെ ഓരോന്നും കണ്ട് അതിലൊക്കെ ആസക്തിയോടുകൂടി അതിലൊക്കെ അഭിരമിച്ച് അതൊക്കെ മടുത്തതിന് ശേഷം പിന്നെയും പിന്നെയും രമിപ്പിക്കുന്ന സുഖിപ്പിക്കുന്ന കാഴ്ചകളിലൂടെ മനസ്സ് സഞ്ചരിച്ചതിനു ശേഷം അവസാനം അതിൽ നിന്നെല്ലാം വിരക്തമായി അങ്ങയെ തന്നെ നേരിൽ കാണുമാറാകണം. അത് കണ്ടുകഴിഞ്ഞാൽ പിന്നെ അവിടെ തന്നെ ഒട്ടി നിൽക്കുമാറാകണം, അവിടെ തന്നെ ലയിച്ചു തീരുമാറാകണം എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ദൃക്ക് നിന്നിൽ അസ്പന്ദമാകണമെന്നാണ് ഇവിടെ പറയുന്നത്. ഈ ദൃക്ക് എന്നാൽ കണ്ണ് എന്ന് നമ്മൾ അർത്ഥം കണ്ടു. എല്ലാ ഇന്ദ്രിയങ്ങളുടെയും പ്രതിനിധിയാണ് കണ്ണ് എന്ന് പറയും. നയനം എന്ന് പറഞ്ഞാൽ എല്ലാ ഇന്ദ്രിയങ്ങളെയും നയിക്കുന്നത് എന്നുള്ള അർത്ഥത്തിലാണ് നയനം എന്ന് പറയുന്നത്. വിഷയാനുഭവമാണ് ഇന്ദ്രിയങ്ങളുടെ എല്ലാം ജോലി എന്ന് നമുക്കറിയാം. എന്നാൽ ശ്രദ്ധയോ